അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. കേരള മനസാക്ഷിയെ മരവിപ്പിച്ച ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. സ്വന്തം മകനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നു കൊടുത്ത അമ്മയുടെ കഥ. ഒരു ദയയും തോന്നാതെ ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയ രണ്ടാനച്ഛന്റെ കഥ. അതെ, ഇന്ന് അതാണ് ട്രെൻഡിങ് ന്യൂസ്. ഇന്നെല്ലാവരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആ ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥയിലേക്കാണ് നമുക്ക് ഇന്ന് പോകാനുള്ളത്. ഇതാണ് ആ കുഞ്ഞിന്റെ അമ്മ അഖില. അഖിലയുടെ ഭർത്താവ് മരണപ്പെട്ടതാണ്. അഖില ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഭർത്താവ് മരണപ്പെടുന്നത്. അതിനുശേഷമാണ് ഒരു കൂട്ടാളി എന്ന നിലയിൽ അഷ്കറിനെ പരിചയപ്പെടുന്നതും അഷ്കറിന്റെ കൂടെ കൂടുന്നതും. ഇതാണ് കഥയിലെ നായകൻ അഷ്കർ. ചില്ലറക്കാരനൊന്നല്ല. ഇവന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഇത് മുഴുവനായി നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കണ്ടതൊന്നല്ല കഥ, ഇതാണ് കഥ. അഷ്കർ വിവാഹം കഴിച്ചതാണ്. അഷ്കറിന് നിലവിൽ ഭാര്യയുണ്ട്. സ്വന്തം ഭാര്യയും വെച്ചാണ് അഷ്കർ അഖിലയുടെ കൂടെ പോയത്. എന്നിട്ടാണ് ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് അഷ്കറിന്റെ ഭാര്യ ആമിന. വളരെ സാധുവായ പാവം കുട്ടി. ആ കുട്ടിയെയും ചതിയിലൂടെയാണ് ഇയാൾ കല്യാണം കഴിച്ചത്. ആ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും. അഷ്കറിന്റെ ചതിക്കുഴിയിലൂടെ ആമിനയുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച വാർത്തയാണെങ്കിലും ഇവനെ ഇത്ര ഭയങ്കരമാണെന്ന് ഇതിലൂടെയാണ് നമുക്ക് മനസ്സിലായത്. വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ തന്നെ അഷ്കറിന്റെ ക്രൂരതകൾ തുടങ്ങിയിരുന്നു ആമിനയോട്. ആമിനയെ വിവാഹം കഴിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ തുടങ്ങിയിരുന്നു അഷ്കറിന്റെ ക്രൂരത. ആ വീട്ടിൽ ആമിന നേരിട്ടത് സമാനതകളില്ലാത്ത കൊടും ക്രൂരതകളായിരുന്നു. രണ്ട് കൈകളും ചേർത്ത് ചെവിക്കടിക്കുകയും മുടി പിടിച്ച് തല ഭിത്തിയിലേക്ക് ഇടിക്കുകയും വായിൽ വിഷമൊഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ വേണ്ട പല ക്രൂരകൃത്യങ്ങളും ഇവൻ ചെയ്തിരുന്നു അവളോട്. അതിനൊക്കെ കൂട്ടുനിന്നത് അവന്റെ വീട്ടുകാര് തന്നെയായിരുന്നു. ആ നരകനാളിൽ അവളുടെ ആ കരച്ചിൽ കേൾക്കാൻ അന്ന് ആ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ? മർദ്ദനമേറ്റ് ബോധം കെട്ടുപോയ ആ പെൺകുട്ടിയെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചപ്പോഴും കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും ഓടുന്ന ഓട്ടോയിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോഴും ആരും അന്ന് പ്രതികരിച്ചില്ല. ഒടുവിൽ ആ പാവം പെണ്ണിന്റെ തല ഭിത്തിയിലിടിച്ച് തലച്ചോറിൽ രക്തം കട്ടപ്പിടിച്ച് നടുനിവർത്തി ഇരിക്കാൻ പോലും കഴിയാതെ അവൾ എന്നേക്കുമായി ഫിസിയോതെറാപ്പി സെന്ററിൽ കിടപ്പിലായപ്പോഴും ഈ സമൂഹവും പോലീസും എവിടെയായിരുന്നു? ആമിന കോമാവസ്ഥയിലായപ്പോഴാണ് ഇവൻ അഖിലയുടെ കൂടെ കൂടുന്നത്. അങ്ങനെയാണ് അഖിലയുടെ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയത്. ഇപ്പോൾ അഷ്കറിനെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുകയാണ്. അഖിലയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് ആൾക്കാർ. പോലീസും നാട്ടുകാരും ഇന്ന് ഈ കാണിക്കുന്ന രോക്ഷം അന്ന് കാണിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അഷ്കറിനെ വളഞ്ഞിട്ട് തല്ലുന്ന നാട്ടുകാരും ഓടി നടന്ന് അന്വേഷിക്കുന്ന പോലീസുകാരും പ്രതിയെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയാമെന്നുള്ള ജനരോക്ഷം. പോലീസാകട്ടെ ഊർജിതമായ അന്വേഷണവും. ഒറ്റ നോട്ടത്തിൽ ആ കുഞ്ഞിന് നീതി വാങ്ങിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും എന്ന് നമുക്ക് തോന്നുകയാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉയരുന്ന വലിയൊരു ചോദ്യമാണ് ആമിന എന്ന നിശബ്ദമായി പോയ ഈ ഒരു പെൺകുട്ടി. 21 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന്റെ സ്വന്തം ഭാര്യ മരവിച്ച മനസ്സുമായി ഒന്ന് ഉരിയാടാനോ ഒന്ന് ഒച്ചവെക്കാനോ കഴിയാതെ നിശബ്ദമായി കിടക്കുന്ന ആ ഒരു പെൺകുട്ടി. ഈ നാട്ടുകാരും നിയമവ്യവസ്ഥയും അന്ന് എവിടെയായിരുന്നു? നമുക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞ് മരിച്ചതിന്റെ ഉത്തരവാദി അഷ്കർ മാത്രമല്ല, അവന്റെ മുമ്പത്തെ ക്രൂരതകൾക്ക് നേരെ കണ്ണടച്ച ഈ സമൂഹവും നമ്മുടെ നിയമവ്യവസ്ഥയും കൂടിയാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഉണരുന്ന നമ്മുടെ പ്രതികരണ ശേഷിയുണ്ടല്ലോ, അത് വെറുമൊരു പ്രഹസനം മാത്രമാണ്. മരിച്ചതിന് ശേഷം എന്ത് നീതി കിട്ടിയിട്ട് എന്ത് കാര്യം? അവനെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് സമൂഹവും നിയമവും തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം പൂർണ്ണമായും തകർത്ത ഒരു ക്രിമിനൽ യാതൊരു കൂസലുമില്ലാതെ നാട്ടിലിറങ്ങി സുഖമായി നടക്കുന്നു. എന്നിട്ടോ അവൻ രണ്ടാമതും ഒരു വിവാഹം കഴിക്കുന്നു. നിയമത്തിന്റെയോ സമൂഹത്തിന്റെയോ ഭാഗത്തു നിന്നും തനിക്ക് യാതൊരു ഭീഷണിയുമില്ല എന്ന അവന്റെ ആ ഒരു ധാർഷ്ട്യമാണ് ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന്റെ ആ ഒരു കരുത്ത്. ആ ഒരു പാവം കുഞ്ഞിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്ന് ന്യൂസുകളിലൂടെ നമ്മൾ കേട്ടപ്പോൾ വല്ലാതെ സങ്കടമായി പോയി. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ, എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.